ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി. അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയ വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ നാട്ടിൽ പോയപ്പോൾ പഴനി പോയിട്ടുണ്ട്. അപ്പോൾ പഴനി പോയ ഒരു ചെറിയ വീഡിയോ ഉണ്ടോ ഇന്നത്തെ വ്ളോഗ്. ഇതാ കാണുന്നതാണ് പഴനിമല. അപ്പോൾ നമ്മൾ കാറിലാണ് പോയത്. രാവിലെ ഒരു 6 മണിയൊക്കെ ആകുമ്പോൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചേട്ടനെ മുട്ടയടിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായി പഴനി പോയിട്ട്. അപ്പോൾ അതിനൊക്കെ ആയിട്ട് നമ്മൾ ഇറങ്ങിയതാണ്. അപ്പോൾ ഇതാ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ മുട്ടയടിക്കാനൊക്കെ പോയി. മുട്ടയടിയൊക്കെ കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഇതാ നമ്മളിനി പഴനി മല കയറാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ പറയുന്നുണ്ടായി ഇപ്പോൾ മൊബൈലൊന്നും അങ്ങോട്ട് കയറ്റുന്നില്ലെന്ന്. അതുകൊണ്ട് അധികം വീഡിയോസും ഫോട്ടോസും ഒന്നും എടുക്കാൻ പറ്റിയില്ല. നമ്മളിതാ അവിടെ ഫോണെല്ലാം മൊബൈലെല്ലാം ഏൽപ്പിച്ചിട്ട് നമ്മൾ സ്റ്റെപ്പെല്ലാം കയറി. അപ്പോൾ ഇതാ താഴെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ നമ്മൾ എടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ സ്റ്റെപ്പൊക്കെ കയറി കേട്ടോ. സ്റ്റെപ്പൊക്കെ കയറിയപ്പോഴും നമ്മൾ മെല്ലെയൊക്കെ കയറിയൊക്കെ എത്തിയോ. അത് കഴിഞ്ഞിട്ട് ഭയങ്കര ക്യൂ ആയിരുന്നു ഉണ്ടായിരുന്നത്. നമ്മൾ 2-3 മണിക്കൂർ വെയിറ്റ് ചെയ്തിട്ടൊക്കെയാണ് നമ്മുടെ തൊഴുതത്. അപ്പോൾ 3 മണിക്കൂർ ക്യൂ ഒക്കെ നിന്ന് തൊഴുകലൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇറങ്ങി. പിന്നെ അവിടെ നിന്ന് ഭക്ഷണം ഉണ്ടായിരുന്നു. ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് ഇറങ്ങിയത്. വീട്ടിലെത്തുമ്പോഴേക്കും ഒരു 10-11 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ രാത്രി. വരുന്ന വഴിക്ക് ഒരു ഹോട്ടലിൽ കയറി ഭക്ഷണമൊക്കെ കഴിച്ച് നമ്മളാണെങ്കിൽ രാവിലെ 6-7 മണിയൊക്കെ ആകുമ്പോൾ ഇറങ്ങിയതായിരുന്നല്ലോ. എന്നിട്ടാണ് ഇങ്ങനെ. പക്ഷെ നല്ല ക്യൂ ആയിരുന്നു. നമ്മൾ കഴിഞ്ഞ വർഷം വെക്കേഷൻ സമയത്ത് പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ അപ്പോൾ ഇത്ര തിരക്കൊന്നും നമുക്ക് ഉണ്ടായിരുന്നില്ല അന്ന്. അപ്പോൾ നമ്മൾ അന്ന് പോയപ്പോൾ നന്ദൂട്ടിയുടെ മുട്ടയടിക്കാൻ വേണ്ടിയാണ് പോയത്. അപ്പോൾ അവളുടെ അച്ഛനും പിന്നെ അമ്പാടിയും അങ്ങനെ 3 പേര് മുട്ടയടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കഴിഞ്ഞ വർഷം പോയപ്പോൾ. അന്ന് നല്ല ചൂടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ വേഗം അങ്ങ് കയറുകയും ചെയ്തു. പെട്ടെന്ന് അങ്ങനെ തൊഴുകലും എല്ലാം കഴിഞ്ഞ് നമ്മൾ ഇറങ്ങി. വൈകുന്നേരം എല്ലാം അവിടെ സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ ഫ്രീ ആയിട്ടാണ് ഇറങ്ങിയത്. പക്ഷേ ഇപ്രാവശ്യം പോയപ്പോഴാണ് ഇത്രയും തിരക്ക് നമുക്ക് കിട്ടിയത്. 3 മണിക്കൂറൊക്കെ ക്യൂ നിന്ന് നമ്മൾ മടുത്തു. അപ്പോൾ ഇപ്രാവശ്യം പോയപ്പോൾ ചേട്ടൻ മുട്ടയടിച്ചു. പിന്നെ വേറെ ആരും മുട്ടയൊന്നും അടിച്ചില്ല. അപ്പോൾ നന്ദൂട്ടി ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങളും അച്ഛനും അമ്മയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് മൊബൈലൊക്കെ മുകളിൽ കൊണ്ടുപോകായിരുന്നു കേട്ടോ. അങ്ങനെ റെസ്ട്രിക്ഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ കുറച്ചായിട്ടാണ് മൊബൈലൊന്നും കൊണ്ടുപോകാൻ പാടില്ല എന്ന് പറഞ്ഞ് ബോർഡൊക്കെ കണ്ടത്. അപ്പോൾ എല്ലാവരും മൊബൈലൊക്കെ കൊടുക്കുന്നത് കണ്ടു. പക്ഷേ എന്നാലും മേലെ കുറേ പേര് മൊബൈൽ യൂസ് ചെയ്യുന്നത് നമ്മൾ കണ്ടു കേട്ടോ. കുറേ പേര് ഇങ്ങനെ കാണാതൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ പിടിച്ചാൽ ഫൈൻ എന്നൊക്കെ പറയുന്നുണ്ട്. അതിന് മാത്രം ചെക്കിംഗ് ഒന്നുമില്ല. പക്ഷേ മൊബൈൽ മുകളിലോട്ട് കൊണ്ടുപോകാൻ പാടില്ല, അലൗഡ് അല്ല എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. എല്ലാവരും കുറേ പേരൊക്കെ ഇവിടെ ബാഗൊക്കെ കൊടുക്കുന്ന കൗണ്ടറിൽ മൊബൈൽ ഫോണും കൊടുക്കുന്നതൊക്കെ കണ്ടു. അപ്പോൾ നമ്മളും അങ്ങനെ താഴെയൊക്കെ മൊബൈൽ കൊടുത്തിട്ടാണ് പോയത്. പക്ഷേ മേലെ കയറിയപ്പോഴാണ് കുറേ പേരൊക്കെ യൂസ് ചെയ്യുന്നതും കാണാം. ഞങ്ങൾ കഴിഞ്ഞ വർഷം പോയത് ഒരു ഉച്ച സമയത്തൊക്കെയാണ് പോയത്. നല്ല ചൂടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ വേഗം വേഗം കയറാനൊക്കെ പറ്റി. പിന്നെ അവരിങ്ങനെ ചാക്കിൽ വെള്ളം നനച്ചൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ കയറി പോണ സ്റ്റെപ്സിലെല്ലാം. അതുകൊണ്ട് നമുക്ക് അത്ര ചൂടൊന്നും അനുഭവപ്പെട്ടില്ല. പിന്നെ നമ്മളിതാ രാത്രിയത്തെ ഈ സ്വർണ്ണ തേരൊക്കെ കണ്ടിട്ടാണ് കേട്ടോ അവിടെ നിന്ന് മടങ്ങിയത്. ഇപ്രാവശ്യം നമ്മൾ രാവിലെ നേരത്തെ പോയിട്ട് ഉച്ച ഒക്കെ ആകുമ്പോൾ നമ്മൾ ഇറങ്ങുകയാണ് ചെയ്തത്. അതുകൊണ്ട് നമ്മൾ വൈകുന്നേരത്തെ ഈ സ്വർണ്ണത്തേര് കാണാനൊന്നും നമ്മൾ നിന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് കഴിഞ്ഞ വർഷം നമ്മൾ പോയപ്പോൾ രാത്രിയെല്ലാം സ്പെൻഡ് ചെയ്തിട്ട് മെല്ലെയാണ് വന്നത്. അതിൻ്റെ വീഡിയോ ആണേ. അപ്പോൾ തിരിച്ചു വരുമ്പോൾ നല്ല ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും അമ്മ കുറച്ച് സ്നാക്സും അതുപോലെ പച്ചമാങ്ങ അങ്ങനെയൊക്കെ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിച്ച് നമ്മളങ്ങനെ വണ്ടിയിൽ സുഖമായിട്ട് വന്നു കേട്ടോ. പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ കുറച്ച് ഇഡ്ഡലിയും സാമ്പാർ അങ്ങനെയൊക്കെ കൈ പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അവിടെ പോയിട്ട് ഫുഡ് കഴിക്കേണ്ട ആവശ്യമൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. നമ്മളതൊക്കെ കഴിച്ചിട്ടാണ് കയറിയത്. പിന്നെ തിരിച്ചു വരുമ്പോൾ കുറച്ച് മഴയൊക്കെ കിട്ടി. അതുപോലെ റോഡ് പണിയൊക്കെ ആയിട്ട് അങ്ങനെയൊക്കെ നമ്മൾ കുറച്ച് ലേറ്റായി. എന്നാലും അടിപൊളി ഒരു ട്രിപ്പായിരുന്നു കേട്ടോ. പിന്നെ തിരിച്ചെത്താറായപ്പോൾ നമ്മളൊരു ഹോട്ടലിൽ കയറി ഭക്ഷണമൊക്കെ കഴിച്ചു. അപ്പോൾ ഈ യാത്ര എന്താണെങ്കിലും അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. ചെറിയൊരു വ്ളോഗാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമ്മുടെ പഴനി ട്രിപ്പിൻ്റെ ഒരു ചെറിയൊരു വ്ളോഗാണ് ഇന്നത്തെ വീഡിയോയിൽ. വീഡിയോ കണ്ട് അഭിപ്രായമൊക്കെ പറയണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ. സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. അപ്പോൾ ഞങ്ങളുടെ പഴനി ട്രിപ്പും ഈ റോഡിലുള്ള കാഴ്ചകളും എല്ലാവർക്കും കണ്ട് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എന്നാൽ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ ബൈ, താങ്ക് യു.